എല്ലാവർക്കും നമസ്കാരം. ചോട്ടാബിനാണ്. മണപ്പുറം സെന്റ് തെരേസ സ്കൂളിലെ ഓർമ്മകളിലൂടെ ഒന്ന് നടന്നു പോയപ്പോൾ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒളിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് തോമാച്ചൻ ചേട്ടനും രാധ ചേച്ചി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചക്ക് ഇൻ്റർവെൽ വിട്ട് കഴിഞ്ഞാൽ പരീക്ഷ പേപ്പർ വാങ്ങാൻ വേണ്ടി രാധ ചേച്ചിയുടെയും തോമാച്ചൻ ചേട്ടൻ്റെ കടയിലേക്കൊക്കെ ഓടിച്ചെല്ലുമ്പോൾ ബാക്കി കാശിന് അവർ തരുന്ന 25 പൈസയുടെ ഒരു ജാമുണ്ട്. പല വർണ്ണങ്ങളിലുള്ള ആ ജാമ് ഇന്നും മനസ്സിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ ഓർമ്മയായി ഒളിച്ചു നിൽക്കുകയാണ്. ആ ജാമ് വായിലിട്ട് പാക്കറ്റോടു കൂടി തന്നെ ചവച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഞങ്ങൾ മഷിപ്പേനയിൽ മഷി നിറച്ചിട്ടാണ് രാധ ചേച്ചി അവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. ആ മഷിപ്പേനയിൽ നിന്ന് മഷി പോക്കറ്റിൽ ഓടുന്നതിനിടയിൽ പോക്കറ്റിൽ പടർന്ന് ആ ഷർട്ട് വൃത്തികേടാകുന്നതും വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ വഴക്കിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിക്കുന്നതുമൊക്കെ ഇന്നും ഓർമ്മകളിലുണ്ട്. രാധ ചേച്ചിയുടെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന കട്ടിമിഠായി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളുള്ളതാണ്. അതുപോലെ പുളിജാമ്, നാരങ്ങാ മിഠായി, മോരും വെള്ളം, പിന്നെ തോമാച്ചൻ ചേട്ടൻ്റെ കടയിൽ ഞാൻ ഇന്നും ഓർക്കുന്നു ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ ഏറെ ആകർഷിച്ച കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിച്ചു കൊണ്ടിരുന്ന ഒരുപാട് തരത്തിലുള്ള മിഠായികൾ. ഇതിനൊക്കെ വേണ്ടിയിട്ട് അന്ന് ഞങ്ങളുടെ കൊച്ചു സമ്പാദ്യത്തിൽ നിന്ന് കുഞ്ഞു രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞു കാശൊക്കെ കൂട്ടി വെച്ചിട്ട് തോമാച്ചൻ ചേട്ടൻ്റെ കടയിലേക്ക് ഓടിച്ചെന്ന് ഇതൊക്കെ വാങ്ങിച്ച് ആ സ്കൂൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നൊരു കാലം ഇന്നും മനസ്സിൻ്റെ കോണുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അത്തരത്തിലുള്ള ഓർമ്മകൾ എവിടെയെങ്കിലും ഒന്ന് സ്പർശിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഓർത്തു വെക്കാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂട്ടം കൂടി കൂട്ടുകാരെ വേദനിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശമൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ കുട്ടിക്കാലം.